ചെറുക്കിട ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ട്. കാരണം ഇവിടെ നമ്മളെ ഇതിലേക്കുള്ള ആക്സസിൽ അതിൻ്റെ വർക്ക് നടക്കുകയാണ്, ഹൈവേയിലേക്കുള്ള. അപ്പോൾ കണ്ടാങ്ങ നല്ല റഷ്യുണ്ട്. ഇപ്പോൾ ടൗണിലായിട്ട് നല്ല റഷ്യാണ് നമുക്ക്. പിന്നെ മുകളിൽ ഓപ്പണായി കൊടുത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. വീട് കണ്ട പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീടിന് സ്റ്റാർട്ടാണ്. അപ്പോൾ പില്ലറിൻ്റെ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞു. താഴെ വർക്ക് എടുക്കുന്നതാണ്. ഇവർ വിചാരിച്ച നേരത്തെ വർക്ക് നടത്തിയിട്ട് കൊടുക്കായിരുന്നു. വീടെല്ലാം വർക്ക് നേരത്തെ കഴിഞ്ഞാൽ പിന്നെ വീട് നിന്ന് തൊഴിലാളി കൊണ്ട് വെച്ച ഏരിയ ഈ സൈഡിൽ ഇപ്പോൾ തുറന്നു കൊടുത്തിന് വാഹനത്തിനായിട്ട്. നല്ലൊരു കാര്യം, ഇല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണല്ലേ. വീട്ടിലൊന്ന് സെറ്റായിട്ട് വരണം റൗണ്ട് ബോട്ടിലായിട്ട്. നമുക്ക് കാണാൻ നല്ല രസമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് പൊടിയെല്ലാം വാർന്നതിന് വേണ്ടിയിട്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴ വന്നെങ്കിൽ ഫുള്ള് കച്ചറായിട്ട് നടന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലെല്ലാം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഇത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടായി. അത് കഴിഞ്ഞിപ്പോൾ വർക്ക് വണ്ടിയെല്ലാം ഇതിൻ്റെ താഴെയായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടില്ല, നല്ല പാർക്കിംഗ് സ്പേസ് കിട്ടി. എന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ കാര്യം പറയണ്ട, സർവീസ് റോഡ് ഇവർ റെഡിയാക്കിയിട്ടേ ഇല്ല. ഇതിൽ നമുക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് അറിയുന്നത്. ബൈക്കിൽ പോകുമ്പോഴാണ് എത്ര ബുദ്ധിമുട്ടുണ്ട്. ഈ കുഴിയിലേക്ക് വീണിട്ടില്ല. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് രണ്ട് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. വീടാതെ അവർക്ക് വെള്ളം അടിച്ചുവിടാൻ എന്ന് പറഞ്ഞാൽ മൊത്തം പൊടി